സമയം രാവിലെ 3:50. ഒരൊറ്റ അലാമിൽ നമ്മൾ എണീറ്റു. ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ. ഇത്തവണ ഞാൻ വന്നു പോയിട്ട് അധികമായിട്ടില്ല. 5 മാസത്തെ ഗ്യാപ്പിലാണ് വീണ്ടും നമ്മൾ നാട്ടിലോട്ട് വരുന്നത്. പെട്ടിയെല്ലാം നമ്മൾ ഇന്നലെ പാക്ക് ചെയ്തായിരുന്നു. പിന്നെ ഡ്രസ്സും എടുത്ത് വെച്ചായിരുന്നു. ഇതൊരു 3 പീസ് ഔട്ട്ഫിറ്റ് ആണ്. ഇതൊന്നുമല്ല, കംപ്രഷൻ സോക്സ് ആണ് ഇന്നത്തെ താരം. കാല് സ്വെല്ല് ചെയ്യാതിരിക്കാൻ. പ്രഗ്നൻസിയിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലെഗിനാണ് ഇത്. ഏത് മാസം വരെ വേണമെങ്കിലും ഉപയോഗിക്കാം. അത്ര സ്ട്രെച്ചബിളാണ്. വലിച്ച ഡബ്ബർ ബാൻഡ് പോലെയാണ്. ഇനി ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പും ഒരു ഡെനിം ഷർട്ടും കഴിഞ്ഞു, നമ്മൾ റെഡി. അല്ലെങ്കിൽ ആഡംബരത്തിന് ഒരു വാച്ചും കൂടെ ആവാം അല്ലേ. ഇനി മേക്കപ്പിൽ നമുക്ക് അധികം ആർഭാടങ്ങളൊന്നും വേണ്ട. ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. രാവിലെ 4 മണിയാണേ, ഉറക്കം വരും. ഇനി ലിപ്സ്റ്റിക്കും കണ്ണെഴുതി പുരികൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു നാച്ചുറൽ ലുക്ക് പിടിക്കാം. ഓവറായോ? ഇല്ലല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നെ വാങ്ങിയൊരു ഗിഫ്റ്റാണ്. ഞാൻ ചെയ്ത എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്നെ ചുമ്മാ ഒന്ന് അനുമോദിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ വിഷ്ണു റെഡി. പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ അനുമോദനങ്ങളൊക്കെ ഒരു സന്തോഷമല്ലേ. എൻ്റെ സന്തോഷം ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ. ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ അറിയുന്നുണ്ടെങ്കിലും ലേസ് കിട്ടുന്നതിൽ ഇടയ്ക്കൊരു കൺഫ്യൂഷനാണ്. അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ സഹായം ചോദിക്കാൻ മടിക്കരുത്. അങ്ങനെ ഫൈനലി നമ്മളിതേ റെഡി. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ ഉണ്ട്. കുറച്ച് മെഡിസിൻസും സ്നാക്സും പിന്നെ ബുക്സും ഗാഡ്ജറ്റ്സും ഒക്കെ വെച്ച് ഒരു ഹാൻഡ് ബാഗേജും കൂടെ കയ്യിൽ വെക്കാം. ചിലപ്പോൾ ആവശ്യം വരും. നാട്ടിൽ പോകാൻ എത്ര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാലും വീട് ലോക്ക് ചെയ്ത് ഇറങ്ങുന്ന അവസാനത്തെ 5 മിനിറ്റ് ഉണ്ടല്ലോ, ഗ്യാസ് ഓഫ് ചെയ്തില്ലേ, ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലേ, അതെടുത്തില്ലേ, ഇതെടുത്തില്ലേ, ഒരു 100 കൺഫ്യൂഷനാണ്. ആംസ്റ്റർഡാം ടു പാരീസ്, പാരീസ് ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു കാലിക്കറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു യാത്ര. ഇപ്പം സമയം തീർന്നു പോയി. യാത്രാ വിശേഷം അടുത്ത റീലിൽ പറയാം.